വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കറുനാരങ്ങ കൊണ്ട് ഒരു അടിപൊളി ഒരു അച്ചാറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് ഒത്തിരി അധികം ഇഷ്ടപ്പെട്ട നല്ലൊരു അടിപൊളി അച്ചാറാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കിതിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് തന്നെ കറുനാരങ്ങയാണ്. കറുനാരങ്ങ അറിയാമല്ലോ എല്ലാവർക്കും, വലിയ നാരങ്ങയാണ്. ആ നാരങ്ങയിൽ ഞാൻ യെല്ലോ കളറുള്ള നാരങ്ങ, നന്നായിട്ട് പഴുത്ത നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആ യെല്ലോ കളറിൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ തൊലി മാത്രം ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞു. മുഴുവനായിട്ട് നന്നായിട്ട് പീൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ആ നാരങ്ങയുടെ ആ യെല്ലോ പാർട്ട് മാത്രമേ നമ്മളൊന്ന് പീൽ ചെയ്ത് കളയാൻ പാടുള്ളൂ. ആ യെല്ലോ പാർട്ട് പീൽ ചെയ്ത് കളഞ്ഞാൽ ആ നാരങ്ങയുടെ പുറത്ത് ഒരു വൈറ്റ് പാർട്ട് ഇങ്ങനെ കവർ ചെയ്തുണ്ടാവും. എന്നിട്ട് നാരങ്ങേനെ ഞാൻ 4 പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ നടുവിൽ ആ വിത്തൊക്കെ ഇരിക്കുമല്ലോ, ആ വിത്തിൻ്റെ ആ ഭാഗത്തൊന്ന് വീണ്ടും ഒന്നുകൂടെ കട്ട് ചെയ്ത് കളയും. ഒരു വൈറ്റ് പാർട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയുമ്പോഴേക്കും നമുക്ക് ആ കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മളിങ്ങനെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെക്കുക. നാരങ്ങ ഇങ്ങനെ ഈ ചെറിയ പീസസായിട്ട് തന്നെ കട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഞാനൊരു 20 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കണ്ടോ, തീരെ ചെറുതായിട്ട് നാരങ്ങയുടെ അളവിന് തന്നെ അതിനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് വേണ്ടത് പച്ചമുളക്. 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതും ചെറിയ പീസസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, റൗണ്ട് ചെയ്ത്. പിന്നെ പുളിവെള്ളം ഒരു നെല്ലിക്ക അളവിന് എടുത്തിട്ടുണ്ട്. അതിനെടുത്ത് നന്നായിട്ട് സോക്ക് ചെയ്ത് പിഴിഞ്ഞെടുത്താണ് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാം, ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോ അളവ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി നേരം ഇളക്കേണ്ട ആവശ്യമില്ല. ഒരു 2 സെക്കൻഡ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങയുടെ പീസസുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഈ നാരങ്ങയുടെ പീസ് ഇട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് വഴറ്റുമ്പോഴേക്കും ആ നാരങ്ങയിൽ നിന്നൊക്കെ ഒത്തിരി ജലാംശം ഇറങ്ങി വരും. നാരങ്ങ ഒത്തിരി വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ആ വെള്ളം ഒത്തിരി ഇങ്ങനെ ഇറങ്ങി വരും. ആ വെള്ളത്തിൽ കിടന്ന് തന്നെ നാരങ്ങ നന്നായിട്ട് കുക്കായിക്കോളും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു അടപ്പുകൊണ്ട് അടച്ചു വെച്ച് വേവിച്ചാലും മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൺചട്ടിയാകുമ്പോൾ അടുക്കി പിടിച്ചിട്ടുണ്ടാവും. ഏതാണ്ട് നാരങ്ങയിൽ നിന്നൊക്കെ ഒത്തിരി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ നാരങ്ങയൊക്കെ ഏതാണ്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ആയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 3-4 ടീസ്പൂണോളം അളവ് മുളക് പൊടിയാണ് അടുത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എരിവ് വേണമെന്നുള്ളവർക്ക് 4 ടീസ്പൂൺ വരെ ആവാവുന്നതേ ഉള്ളൂ. ഇതിനുള്ള അളവ് നമ്മൾ അടുത്ത് ചേർക്കുന്നത് ഉലുവയുടെ പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇത്രയാണ് നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആ മസാലയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ പുളിവെള്ളം ഒഴിക്കുന്നത്. അടിക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതാണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്, ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പൊക്കെ നോക്കി കറക്റ്റ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പുളിവെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് പുളിവെള്ളം ഇതുണ്ടായിരുന്നു, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പ്രത്യേകം ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. ഞാനിവിടെ ഒരു 400 ഗ്രാം നാരങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നു. 2 നാരങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇത് ഏതാണ്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ പാകത്തിനാണെന്ന് നോക്കിയിട്ട് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് വേറൊരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് താളിക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് 2ആയിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഉടനെ തന്നെ ഞാൻ ഒരു പിടി കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മുടെ കറിവേപ്പിലയൊക്കെ അതിൻ്റെ ജലാംശമൊക്കെ പോയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നമ്മുടെ ആ നാരങ്ങ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏതാണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നാരങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. സദ്യയ്ക്ക് വിളമ്പാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.